അപകടം രാവിലെ കൊട്ടാരക്കര നീലേശ്വരത്താണ് ഇത്തരത്തിൽ ലോറി മറിഞ്ഞ് ഒരു അപകടമുണ്ടായത്. ബസ് കാത്തുനിന്ന കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ട പല സ്കൂളുകളിലായി പഠിക്കുന്ന കുട്ടികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പ്രൈവറ്റ് ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് പല സ്കൂളുകളിലായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്ന് തോന്നുന്നു. അവരുടെ പേര് വിവരങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രായമോ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ, ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് നമ്മുടെ പ്രതിനിധികൾ. ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് ആണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന അതിദാരുണമായിട്ടുള്ള സാഹചര്യം നേരിടേണ്ടി വരുന്നത്. കൊട്ടാരക്കര നീലേശ്വരത്താണ് ഈ അപകടം സംഭവിച്ചത്. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് മുകളിലേക്ക് ഒരു ലോറി മറിഞ്ഞു. ടിപ്പർ ലോറി, മണ്ണ് കയറ്റി വന്ന ലോറിയാണ്. കുട്ടികൾ ആ ടിപ്പറിൻ്റെ അടിയിൽ അകപ്പെടുന്ന സാഹചര്യമുണ്ടായി. വലിയ പരിശ്രമം തന്നെ വേണ്ടി വന്നു. ബസ് കാത്തുനിന്ന ആ ബസ് സ്റ്റോപ്പിലേക്ക് ഈ ടിപ്പർ ലോറി പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് നിയന്ത്രണം തെറ്റിയ കുട്ടികളുടെ നേരെ, കുട്ടികളുടെ മുകളിലേക്ക് അത് മറിഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലം പോലീസ് പറയുന്നത് 3 മരണം അത് സ്ഥിരീകരിച്ചു എന്നാണ്. 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. അതായത് 3 കുട്ടികളുടെ മരണം സ്ഥിരീകരിക്കുന്നു. പുറത്തെടുത്ത മറ്റ് 2 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. അതിൽ ഒരാൾ മുതിർന്നയാളാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനിടയിൽ മറ്റൊരു വിവരം വരുന്നത് ബൈക്കിലിടിച്ചാണ് ഈ ടിപ്പർ ലോറി നിയന്ത്രണം തെറ്റി മറിഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ദൃക്സാക്ഷികളിൽ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. കൊട്ടാരക്കര നീലേശ്വരത്താണ് ഇങ്ങനെ അതിദാരുണമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു അപകടം. രാവിലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കെ 5 പേരുടെ നില ഗുരുതരമായി തന്നെ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി പറയുന്നത്. പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആരൊക്കെയാണ്, അവരുടെ പേരുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്കൂളുകളിൽ പഠിച്ചവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. 3 മരണം അത് കൊല്ലം റൂറൽ എസ് പി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണിയോട് കൂടിയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത് കൊട്ടാരക്കര നീലേശ്വരത്ത്. കൊട്ടാരക്കര നീലേശ്വരത്താണ് അപകടം. അവിടുത്തെ ഒരു പ്രദേശവാസി കൃഷ്ണൻകുട്ടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്? താങ്കൾ വിവരങ്ങൾ ലഭ്യമാണോ അതിനെപ്പറ്റി?